ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷമുള്ളവർ ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കാം. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവം ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് ആമേൻ സ്വാഗതം. ആമേൻ ഇന്നത്തെ ഈ രാത്രി സാധാരണ ആമേൻ ഒരു ലൈവ് അല്ല. ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ പുതുക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാനും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു ആമേൻ അനുഗ്രഹ സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ നാം ഹല്ലേലൂയ അതെ പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ആമേൻ അതിൽ ആമേൻ പകരപ്പെട്ട ആത്മാവിന്റെ അഭിഷേകത്തെ നാം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നാം കാണുന്നത് ആമേൻ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന സഭയാണ്. ഹല്ലേലൂയ. ആമേൻ അങ്ങനെയുള്ള സഭയോടാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. ഇന്നും അതേ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഈ ലൈവ് തുടങ്ങും മുമ്പ് ആമേൻ ഒരു നിമിഷം ഹല്ലേലൂയ ഹൃദയം നിശബ്ദമാക്കാം. ഹല്ലേലൂയ. Thank you, Lord Jesus. എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ലൈവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കും. ഇന്നത്തെ രാത്രി ഒരാളുടെ ജീവിതം ദൈവം സ്പർശിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ചെവികൾ അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ വചനത്തിന് തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തണേ. യേശുവേ, എന്നെ രൂപപ്പെടുത്തണേ. വിളിച്ചുനെ ദൈവമേ, ഞാൻ കേൾക്കുന്നു. അങ്ങയുടെ വഴിയിൽ ഞാൻ നടക്കുന്നു.
സാക്ഷ്യമാകട്ടെ. എന്നാവുകൾ സുവിശേഷം ചൊല്ലട്ടെ. യേശുവേ നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവൻ. Amen. Praise God, Jesus. Praise the Lord. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെ നെണ്ണി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ആമേൻ ചിന്തകൾ പങ്കിട്ട് ആമേൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാടാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 17/7/2026 വെള്ളിയാഴ്ച രാത്രി 2026 198 ആമേൻ ദിവസമാണിന്ന്. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ പകുതിയിലധികം ആമേൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ ഇരു കരവും അടിച്ച് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ അനുസരിക്കുമോ എന്ന ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്ത ഞാൻ ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗമാണ് വായിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. വേഗത്തിൽ വായിച്ചാൽ. അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മാനയ്യൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ആമേൻ നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. ഇന്ന് രാത്രിയിലും ആമേൻ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി ആഴത്തിൽ നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ആരാധിക്കുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആരോടാണ് ദൈവം സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാധിക്കുന്ന ആമേൻ സഭ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സഭ ആമേൻ എവിടെയുണ്ടോ
ആമേൻ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികളുടെ ആമേൻ ആദ്യ 12 അധ്യായങ്ങളിൽ ദൈവം സഭയെ എങ്ങനെ വളർത്തി എന്നത് നാം കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അതെ, പീഡനമുണ്ടായിരുന്നു, ആമേൻ, തടവറ ഉണ്ടായിരുന്നു, ചങ്ങല ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നിനും സുവിശേഷത്തെ തടയാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവം ആമേൻ സഭയെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. യെരൂശലേമിൽ ആരംഭിച്ച സുവിശേഷം ആമേൻ ഇനി ലോകത്തിന്റെ അറ്റങ്ങളിലേക്ക് പോകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ആമേൻ ദൗത്യം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആമേൻ ഒരു വലിയ സമ്മേളനത്തിൽ നിന്നല്ല, ആമേൻ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്നല്ല, ആമേൻ ആരാധിക്കുന്ന സഭയിൽ നിന്നാണ്. കർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സഭ. ഹല്ലേലൂയ. ആമേൻ വചനം പറയുന്നു, അവർ കർത്താവിനെ ശുശ്രൂഷിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അവർ കർത്താവിനെ ശുശ്രൂഷിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തത്, ആമേൻ, ഇവിടെ ശുശ്രൂഷിച്ചു എന്നതിനർത്ഥം ആമേൻ ഒരു പരിപാടി നടത്തുക മാത്രമല്ല, അവർ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചു. ഹല്ലേലൂയ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു. ആമേൻ. അവർ ദൈവഹിതം അന്വേഷിച്ചു. ഹല്ലേലൂയ. അവർ സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയോ ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയോ വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഈ രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ആമേൻ പരിവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവം നൽകിയ വചനം പങ്കിടുകയാ. ഇന്ന് രാത്രി ആര് വിശ്വസിക്കുമോ, ആര് പ്രാർത്ഥിക്കുമോ അവരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ആമേൻ. നാം വായിച്ചതാ, ആമേൻ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾ കൊറ്റവണ്ണ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആര് തയ്യാറാകും? ആമേൻ. അവർ ഉപവസിച്ചു. ഈ ദിനങ്ങളിൽ ആമേൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ജനമേ, ഉപവസിച്ചത് വൃഥാവാകത്തില്ല. ആമേൻ. ഉപവസത്തിന്റെ ആമേൻ ദിനങ്ങളിൽ ദൈവവുമായിട്ട് അടുക്കുമ്പോൾ, ദൈവവുമായി കൂട്ടി ആമേൻ മുട്ടുമ്പോൾ അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവഹിതം അന്വേഷിച്ചു. ആമേൻ. അവർ സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് ആഗ്രഹിച്ചത്. പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നു. വചനം വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവ് അരുളി ചെയ്തത് ഇത് ഒരു മനുഷ്യന്റെ അഭിപ്രായമല്ല, ഇത് ഒരു വികാരമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് രാത്രി ചില കാതുകളിൽ ആമേൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുകയാ. നിങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ അഭിപ്രായമല്ല, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധിയല്ല. ഇന്ന് രാത്രി സ്വർഗം ആമേൻ തുറന്ന് ആമേൻ ചില കാതുകളിൽ ആമേൻ ദൈവ ശബ്ദം കേൾക്കുവാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവരാരുണ്ട്? പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ആരുണ്ട്? ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ആമേൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങിയതുപോലെ ഇന്ന് രാത്രി നിന്നെ നോക്കി ആമേൻ സ്വർഗം ആമേൻ നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത, ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രി അറിയിപ്പാനിടയാകും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുത്തവർ, ഉപവസിച്ചവർ,
ജീവിച്ചവർ, പ്രാർത്ഥിച്ചവർ, ദൈവഹിതം അന്വേഷിച്ചവർ, അവൻ ദൈവ ശബ്ദം കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്നും ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇതൊരു മനുഷ്യന്റെ അഭിപ്രായമല്ല, ഇതൊരു വികാരമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, നാം കേൾക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. Are you ready? നിങ്ങൾ തയ്യാറാണോ? ഇന്ന് രാത്രി ഏത് കഷ്ടതയിലായിരുന്നാലും, ഏത് മരുഭൂമിയുടെ അനുഭവത്തിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലായിരുന്നാലും, ഏത് തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ നടുവിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിലും സ്വർഗം, ആമേൻ, തന്റെ ആത്മാവിനെ അയച്ച, ആമേൻ, ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന രാത്രി എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ, ആമേൻ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ഈ ലോകത്തിന്റെ ശബ്ദം വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയയുടെ ശബ്ദം, ഭയത്തിന്റെ ശബ്ദം, മനുഷ്യരുടെ അഭിപ്രായങ്ങളുടെ ശബ്ദം, ഇവയ്ക്കിടയിൽ ദൈവത്തിന്റെ മൃദസ്വരം കേൾക്കാൻ നിശബ്ദമായ ഹൃദയം വേണം. ഹല്ലേലൂയ. നാട്ടിൽ വിവിധ തരങ്ങളിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. മക്കളുടെ ശബ്ദം, ഭർത്താവിന്റെ ശബ്ദം, ഭാര്യയുടെ ശബ്ദം, അപ്പന്റെ ശബ്ദം, അമ്മയുടെ ശബ്ദം. ആമേൻ. പലപ്പോഴും നമുക്ക് ആമേൻ, അതെ, ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങും. ഇവയ്ക്കിടയിൽ ദൈവത്തിന്റെ മൃദസ്വരം കേൾക്കാൻ നിശബ്ദമായ ഹൃദയം വേണം. ഹല്ലേലൂയ. അതെ, വേർതിരിപ്പിൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലക്കായി വേർതിരിപ്പി. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ. ആമേൻ. ആദ്യം വിളി, പിന്നീട് വേർതിരിക്കൽ. ഹല്ലേലൂയ. അതിനുശേഷമാണ് അയക്കൽ. ആമേൻ. ഹല്ലേലൂയ. ആദ്യം ആമേൻ വേർതിരിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്നല്ല, ആമേൻ, അതെ, വിളിച്ചിരിക്കുന്ന വേലക്കായി വേർതിരിപ്പി. അപ്പൊ ആദ്യം വിളിയ, പിന്നീടാണ് വേർതിരിക്കൽ. ഹല്ലേലൂയ. അതിനുശേഷമാണ് അയക്കൽ. ആമേൻ. ദൈവം വിളിക്കുന്നവരെ ആദ്യം വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വിളി കേട്ട് നീ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ, എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുന്നത്, അതിനു വേണ്ടി ദൈവം നിന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആമേൻ, ഒരു ആമേൻ പട്ടാളക്കാരനാകണമെങ്കിൽ, ആമേൻ, ഒരു കോൺസ്റ്റബിൾ ആകണമെങ്കിൽ, ആമേൻ, ഒരു രാഷ്ട്രീയ നേതാവാകണമെങ്കിൽ, ആമേൻ, ഒരു സ്കൂൾ അധ്യാപകനാകണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആരുമാകട്ടെ, അതിനോടുള്ള ബന്ധത്തിൽ ആമേൻ ചില പ്രോസസ്സിലൂടെ ആമേൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആമേൻ. അത് ഇന്റർവ്യൂവിന് പോകണം. ഹല്ലേലൂയ. ചില പരീക്ഷകൾ എഴുതണം. ഹല്ലേലൂയ. ആമേൻ. ചില സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആമേൻ ആ വിളിക്ക് അനുസരിച്ച് ആമേൻ ആ കമ്പനിയിലായാലും ആ സ്ഥാപനത്തിലായാലും മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. വചനം പറയുന്നു, ആമേൻ, അതെ, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലക്കായി വേർതിരിപ്പി. ശ്രദ്ധിക്കൂ. ആദ്യം വിളി, പിന്നീട് വേർതിരിക്കൽ, അതിനുശേഷം അയക്കൽ. ആമേൻ. ദൈവം വിളിക്കുന്നവരെ ആദ്യം വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പിന്നീട് ഒരുക്കുന്നു, അതിനുശേഷമാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലരും ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ വേർതിരിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവവിളി എല്ലാവർക്കും വ്യത്യസ്തമാണ്. ആമേൻ. ബർന്നബാസിന്റെയും ശൗലിന്റെയും വിളി ഒരുപോലെ ആയിരുന്നില്ല. എന്നാൽ ലക്ഷ്യമൊന്നായിരുന്നു.
ആമേൻ ക്രിസ്തുവിനെ ലോകത്തിന് അറിയിക്കുക. ആമേൻ നിങ്ങളുടെ വിളി ആമേൻ പ്രസംഗമാണെന്നില്ല. ആമേൻ ഒരു പ്രാർത്ഥന ശുശ്രൂഷകനായിരിക്കാം. ആമേൻ ഒരു സാക്ഷ്യ ജീവിതമായിരിക്കാം. ആമേൻ നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൽ വളർത്തുക എന്നതായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി ആമേൻ തിരിച്ചറിയുവാൻ ഇടയായാൽ നീ ഒരു മേഖലകളിലും പരാജയപ്പെടുവാൻ ഇടയാകില്ല. ഹല്ലേലൂയ. ആമേൻ സഭ അവരെ അയച്ചു. വചനം പറയുന്നു, അവർ വീണ്ടും പ്രാർത്ഥിച്ചു, കൈവച്ചു, ആമേൻ അനുഗ്രഹിച്ചു, അയച്ചു. ആമേൻ ഇതൊരു വലിയ ആത്മീയ ആമേൻ പാഠമാണ്. ഹല്ലേലൂയ. യഥാർത്ഥ സഭ ആളുകളെ സ്വന്തം അടുക്കൽ പിടിച്ചു നിർത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ക്രിസ്തുവിന്റെ ദൗത്യത്തിലേക്ക് അയക്കുന്നു. ആമേൻ ഇന്നത്തെ സഭയ്ക്കുള്ള സന്ദേശം, ഇന്ന് നമുക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകാം, നല്ല സംഗീതമുണ്ടാകാം, നിരവധി പരിപാടികൾ ഉണ്ടാകാം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കണം, പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ ഇടം നാം കൊടുക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഹിതം അന്വേഷിക്കുന്ന സഭകളെയാണ് ദൈവം ലോകത്തെ മാറ്റാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ആമേൻ ദൈവത്തിനു വേണ്ടി ആമേൻ നീ ഫലം ആമേൻ കൊടുക്കുന്ന ഒരു വൃക്ഷമായി വളരണമെങ്കിൽ ഹല്ലേലൂയ ദൈവഹിതം അന്വേഷിക്കുന്ന വ്യക്തിയാകണം. ദൈവത്തിന്റെ ഹിതം ആമേൻ അന്വേഷിക്കുന്ന സഭകളെയാണ് ദൈവം ലോകത്തെ മാറ്റുവാൻ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷേ ദൈവം വളരെ നാളുകളായി നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾ ഭയപ്പെടുകയാണ്. ആമേൻ. എന്തുകൊണ്ടാ ഭയപ്പെടുന്നത്? എനിക്ക് കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് ഒക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ അതിന് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് സാധിക്കില്ല. ഓർക്കുക, ദൈവം യോഗ്യരായവരെ മാത്രം വിളിക്കുന്നില്ല, ആമേൻ വിളിച്ചവരെ യോഗ്യരാക്കുന്നു. ഇന്ന് രാത്രി ആമേൻ നിന്റെ യോഗ്യത കണ്ടിട്ടല്ല, ആമേൻ നിന്റെ അയോഗ്യത കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കഷ്ടമുണ്ടായിട്ടും വേദനയുണ്ടായിട്ടും പ്രതികൂലമുണ്ടായിട്ടും പ്രതിസന്ധി ഉണ്ടായിട്ടും ആമേൻ ഇതൊന്നും ഇല്ലാത്തവരെ ദൈവം വിളിക്കാതെ ആമേൻ നിന്നെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ യോഗ്യനായത് കൊണ്ടല്ല. ആമേൻ അയോഗ്യനായിരിക്കുന്നവനെ ആമേൻ യോഗ്യനാക്കുന്ന ദൈവത്തിന്റെ കര ആമേൻ നിന്നെ പിടിച്ചു. ഹല്ലേലൂയ. അവന്റെ കണ്ണ് നിന്നെ കണ്ടു. ഹല്ലേലൂയ. ഓ ശരഗമന ശബ്ദരാധന ദീഗൽ കമനഗദരഗസി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരൊക്കെയോ ആമേൻ വിളി കേട്ടിട്ട് ആമേൻ എനിക്ക് കഴിവില്ല, ആമേൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഞാൻ യോഗ്യനല്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് മാറിയിരിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആമേൻ പറയുന്നു, ഓർക്കുക, ദൈവം യോഗ്യരായവരെ മാത്രം വിളിക്കുന്നില്ല, വിളിച്ചവരെ യോഗ്യരാക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രി ഒരു ചോദ്യം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ, കർത്താവേ അങ്ങനെ വിളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വിളിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്റെ മറുപടി ഇതാണ്, കർത്താവേ ഞാനിവിടെയുണ്ട്, എന്നെ അയക്കണമേ. ഞാനിവിടെയുണ്ട്, എന്നെ അയക്കണമേ. കാരണം പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും വിളിക്കുന്നു. ആ വിളി കേട്ട് അനുസരിക്കുന്നവരിലൂടെ ഇന്നും ലോകം മാറുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം
അവൻ ഇന്ന് രാത്രി ആ വിളി എത്ര പേർ കേൾക്കുന്നുണ്ട്? ആ വിളി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? അവൻ ചില കഷ്ടതകൾ, ചില വേദനകൾ, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ അവൻ കടന്നു വന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. അവൻ അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വേലയിൽ എതിർപ്പ് വന്നാലും സുവിശേഷം ജയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം വിളിച്ചവരെ സഭ പ്രാർത്ഥിച്ചയച്ചു. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ആമേൻ സന്തോഷിക്കണം. കാരണം ആമേൻ, ദൈവം എന്നെ വിളിച്ചാൽ ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആമേൻ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. ആമേൻ, ഇവിടെ കാണുന്ന ആമേൻ ആമേൻ അനവധി നിരവധി സഭകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളത്തിന് ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളായി ജീവിക്കുന്നവരാണെങ്കിൽ, വചനത്തിൽ നിലനിന്നോ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ചോ, ആമേൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുണ്ട്. ആമേൻ, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഏതോ രാജ്യത്തുള്ളവരെ ഉണർത്തുവാൻ ദൈവം ശക്തനാണ്. എന്തിനു വേണ്ടി? ആമേൻ, നീ തകർന്നു പോകാതിരിക്കാൻ, ഹല്ലേലൂയ, നീ നശിച്ചു പോകാതിരിക്കുവാൻ, നീ വീണു പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നീ വിചാരിക്കും നിന്നെ അറിയുന്നവരാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പറയാം, ആമേൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആമേൻ അതേ ദൈവമക്കൾക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി ദൈവമേ വിളിച്ചവരെ ഉപയോഗിക്കണമേ. ദൈവമേ, അവരെ തള്ളിയിട്ട് തകർക്കാൻ നോക്കുന്ന പൈശാചിക മേഖലയ്ക്കകത്ത് നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നിന്റെ പേരോ, നിന്റെ നാടോ, നിന്റെ വീടോ അവർക്കറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ, ആ പ്രാർത്ഥന നിനക്ക് അനുഗ്രഹമാകും. ഹല്ലേലൂയ. ആമേൻ. അറിയുന്നവര് ആമേൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, അറിയുന്നവര് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ അധികം അറിയാത്തവർ, ഹല്ലേലൂയ, അങ്ങനെയല്ലേ? നാം അറിയുന്നവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. നാം നമ്മുടെ അറിയുന്നവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ അത് ജൽപ്പനമാകും. കാരണം എല്ലാ ദിവസവും നമുക്കറിയുന്നവരുടെ പേരുകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ല. കർത്താവേ, ലോകത്തിന്റെ ആമേൻ 5 വൻകരകളിൽ, ആമേൻ ലോക രാജ്യങ്ങളിൽ, ആമേൻ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാരെ, ദാസിമാരെ, അങ്ങയുടെ മക്കളെ അവിടെ ഉപയോഗിക്കണമേ എന്ന് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ ലോകത്തിന്റെ ഏതോ ഭാഗത്തിരുന്ന് ആമേൻ നിനക്ക് വേണ്ടിയും ആമേൻ ജനം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം വിളിച്ചവരെ ഹല്ലേലൂയ സഭ പ്രാർത്ഥിച്ച് അയച്ചു. ആമേൻ. ഇന്ന് രാത്രി നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവം വിളിച്ചവരെ, ആമേൻ ദൈവം ഹല്ലേലൂയ വേർതിരിച്ചവരെ ആമേൻ അഭിഷേകം ചെയ്ത സുവിശേഷത്തിന്റെ വക്താക്കളായി ദൈവം അയക്കുകയാണ്. ദൈവം ആമേൻ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ അവരുടെ യഥാർത്ഥ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നാം പലപ്പോഴും ചിന്തിക്കും, ദൈവം എന്നെ വിളിച്ചാൽ ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന്. ബൈബിൾ ആമേൻ, പക്ഷെ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കുമ്പോഴും പരീക്ഷണങ്ങൾ വരും. ഹല്ലേലൂയ. എതിർപ്പുകൾ വരും. ഹല്ലേലൂയ. പക്ഷേ അവയൊന്നും ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് അയച്ച വഴിയിൽ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആമേൻ. അവർ സ്വന്തം ആമേൻ തീരുമാനപ്രകാരമല്ല പോയത്, പരിശുദ്ധാത്മാവാണ് അയച്ചത്. അതുകൊണ്ട് അവർ നടന്ന വഴിയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണ്? ദൈവഹിതത്തിന്റെ മധ്യത്തിൽ. എലിമാസ് സത്യത്തെ തടയാൻ ശ്രമിച്ചവർ, അവർ സുവിശേഷം പ്രസംഗിച്ചപ്പോ എലിമാസ് എന്ന മന്ത്രവാദി അവരുടെ എതിർവശത്ത് നിന്ന് അവൻ ഗവർണറുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഇതാണ് സാത്താന്റെ രീതി. ആളുകളെ യേശുവിൽ നിന്ന് അകറ്റുക, സത്യം കേൾക്കാതിരിക്കാൻ ഇടയാക്കുക. ഇന്നും അതേ പോരാട്ടം തുടരുന്നു. സുവിശേഷം കേൾക്കാതിരിക്കാൻ പലതും മനുഷ്യനെ തിരക്കിലാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നീ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ഇത് കേൾക്കാതിരിക്കുവാൻ, നിന്നെ മറ്റ് കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക, നീ വിടുതൽ പ്രാപിക്കാതിരിക്കുവാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുക. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യം കേൾക്കാതിരിക്കാൻ ഇടയാക്കുക. ഹല്ലേലൂയ. ആമേൻ. യേശുവിൽ നിന്ന് അകറ്റുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. നിനക്ക് എതിരെ ചിലത് മെനഞ്ഞുണ്ടാക്കി ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില വേദനകൾ, ചില പ്രതികൂലങ്ങൾ, ചില ഗൂഢാലോചനകൾ, ചില രേഖകൾ നിനക്കെതിരെ ഉണ്ടാക്കി നീ പ്രാപിച്ച ആ ആത്മീയ സത്യത്തിൽ നിന്ന്, നീ പ്രാപിച്ച ആ ആത്മീയ അഭിഷേകത്തിൽ നിന്ന്, നീ പ്രാപിച്ച ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രതിയോഗിയായവൻ അവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സുവിശേഷം കേൾക്കാതിരിക്കാൻ പലതും മനുഷ്യനെ തിരക്കിലാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നിന്നെ തിരക്കിലാക്കുന്ന ചില പൈശാചിക മേഖലകളുണ്ട്. ഒന്ന് പാപമാണ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുക. സ്തോത്രം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിന്തിപ്പിക്കുക, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുക. ഹല്ലേലൂയ. അതേ ഹവ്വ ഹല്ലേലൂയ ആദാമിന്റെ കൂടെ ഹല്ലേലൂയ ആദാം ജോലി വ്യാപൃതനായി അവൻ ശാരീരികമായി ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന സമയത്ത് കൽപ്പന ലംഘിക്കാൻ സംസാരത്തിലൂടെ ഹവ്വയെ ചതിച്ച് ഹവ്വയിലൂടെ ആദാമിനെ ആത്മീയ മരണത്തിലേക്ക് കൊണ്ടുപോയ ആ പൈശാചിക വ്യാപാരം നോക്കണമേ. മനുഷ്യനെ അവന്റെ ആ സ്വസ്ഥത ഇല്ലാതാക്കുവാൻ, അവന്റെ സമാധാനത്തെ കെടുത്തുവാൻ, കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറി അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ദുഷ്ടപിശാച് ഇന്നും അനേക കുടുംബങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പാപത്തെ കൊണ്ടുവന്ന് സ്വസ്ഥതയെ കെടുത്തുന്ന ഇരുളിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അതിന് ആത്മാവിൽ ജയമെടുക്കുവാൻ പൗലോസിന്റെ കയ്യിൽ കടിച്ചണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ ചില പാപ ചിന്തകളെ, ചില പാപ പ്രവർത്തികളെ, ചില പാപ സ്വഭാവങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ ആലോചന പറയുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമാണ്. മറ്റുള്ളവർക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, അവർക്കില്ലാത്ത എന്തോ എനിക്കുണ്ട് എന്നുള്ള ആ അഹങ്കാരം നമുക്കറിയാം. 12 വിധമാകുന്ന രത്നങ്ങൾ കൊണ്ട് അലങ്കൃതമായ അതേ ദൂതന്മാർ ഹൃദയത്തിൽ ചിന്തിച്ചു ഞാൻ ഉത്തരദിക്കിൽ അത്യുന്നതനോട് സമനാകും, അതിന്റെ മുകളിൽ കയറുമെന്നുള്ള ചിന്ത അവരുടെ അകത്ത് ഞാൻ 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 എന്നുള്ള ചിന്ത, അഹങ്കാരത്തിന്റെ ചിന്ത അതേ നിലംബരജയായി ഇന്ന് രാത്രി ദൈവം എന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം മറ്റുള്ളവരിൽ വെച്ച് എന്തെങ്കിലും അല്പം നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പറഞ്ഞ് അഹങ്കരിക്കുവാൻ ഇടയാകാതെ തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവത്താൽ ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ ശുശ്രൂഷയിൽ നീ വീണു പോകാതിരിക്കുക, നിന്റെ ജോലിയിൽ നീ വീണു പോകാതിരിക്കുക, നിന്റേതാകുന്ന സമസ്ത മേഖലകളിൽ നീ തകർന്നു പോകാതിരിക്കുക. താഴ്മയോടെ വിനയത്തോടെ
ഹല്ലേലൂയ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അതേ മനുഷ്യനായി ആമേൻ വേഷത്തിൽ ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ദാസനായി ആമേൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ ദൈവം ഇന്ന് രാത്രി നിന്നെയും ഉയർത്തുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. Thank you, Jesus. Praise the Lord. Hallelujah. ആമേൻ. അവിശ്വാസം ചിലരെ സംബന്ധിച്ചിടത്തോളം ആമേൻ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. അതേ ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടാലും അവര് വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇനി ഒരു കൂട്ടരുണ്ട്, ലോക സ്നേഹം. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ദൈവസഭയുടെ അംഗമാണ്, പക്ഷേ അവരിൽ ലോക സ്നേഹം. ഇവയെല്ലാം ആത്മാവിനെ അശുദ്ധമാക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിന്നെ വിളിച്ച ദൈവം ആമേൻ നിന്നെ എന്തിനു വേണ്ടി വിളിച്ചോ അതിനു വേണ്ടി വേർതിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ വിളിച്ച ദൈവം വേർതിരിച്ചിട്ട് അയക്കുന്നതിന് മുമ്പ്, ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ആമേൻ. കാരണം ദൈവം വിശുദ്ധനാണ്. ആമേൻ. ശുദ്ധീകരണം കൂടാതെ കണ്ട ആർക്കും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ ആമേൻ സ്വർഗം പ്രസാദിക്കണമെങ്കിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആമേൻ നാം ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അപ്പൊ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൗലോസ് ആമേൻ വചനം പറയുന്നു. ഹല്ലേലൂയ. പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ സ്വന്തം കോപത്തിൽ പ്രതികരിച്ചില്ല. ആമേൻ. നാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ ആമേൻ കോപത്തിന് നമ്മളിൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. ആമേൻ. ആരാധന കഴിഞ്ഞ്, ശുശ്രൂഷ കഴിഞ്ഞ് ആമേൻ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുമായി വരുമ്പോൾ പെട്ടെന്ന് കോപം ഉണ്ടാകുന്നെങ്കിൽ ഹല്ലേലൂയ ഓർത്തോണം. ആമേൻ. അതേ, കോപം മൂലം ആമേൻ പാപം സംഭവിക്കും. പാപത്തിന്റെ ശമ്പളം മരണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആമേൻ. പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആമേൻ വചനം പ്രസംഗിച്ചപ്പോൾ ആമേൻ പൗലോസിനെതിരെ ആമേൻ ഇനി അശേഷം യേശുവിന്റെ നാമത്തിൽ ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് ആമേൻ എതിരെ പ്രതിയോഗി വന്നപ്പോൾ അവൻ കോപത്തിൽ പ്രതികരിച്ചില്ല, സ്വന്തം ശക്തിയിൽ സംസാരിച്ചില്ല. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിലാണ് സംസാരിച്ചത്. പ്രിയ ദൈവമക്കളെ, ആത്മീയ യുദ്ധങ്ങൾ മാനുഷിക ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ നേരിടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ നമുക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ, പ്രതികൂലത്തിന്റെ മുമ്പിൽ നാം മാനുഷിക ശക്തി കൊണ്ട്, മാനുഷിക വാക്കുകൾ കൊണ്ട്, മാനുഷിക ചിന്തകൾ കൊണ്ട് അതിനെ നേരിടാറുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ സഹോദരനോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ സഹോദരിയോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ പിതാവിനോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മാതാവിനോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഭാര്യയോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഭർത്താവിനോടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ നേതാവിനോടായിരിക്കാം, നിന്റെ ബോസിനോടായിരിക്കാം, നിന്റെ പാസ്റ്ററോടായിരിക്കാം, അല്ല നിനക്ക് താഴെയുള്ളവരോടായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആത്മീയ യുദ്ധങ്ങൾ മാനുഷിക ബുദ്ധി കൊണ്ട് ജയിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം.
ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെങ്കിൽ ആമേൻ പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെ പ്രാർത്ഥിച്ചു? അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മനപ്പെട്ട് ആ വാഗ്ദത്തം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ആമേൻ കുടുംബത്തിനകത്ത് ഐക്യതയുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് ഐക്യതയുണ്ടെങ്കിൽ ആമേൻ അതെ പ്രാർത്ഥിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. കുറവുകൾ നികലും. ആമേൻ. അസാധ്യമായ ആമേൻ മേഖലകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. രണ്ടാമത് ദൈവവചനം വേണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് വിശുദ്ധ ജീവിതം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് പ്രാർത്ഥന, രണ്ട് വചനം, മൂന്ന് വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെയായാൽ സത്യം ജയിക്കും, സത്യം ജയിക്കും, സത്യം ജയിക്കും. ഹല്ലേലൂയ. നീ പരാജയപ്പെടത്തില്ല. നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ കണ്ണിന്റെ മുമ്പിൽ ആമേൻ ജയിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ റൂഹ ഹല്ലേലൂയ ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ധൈര്യത്തോടെ സത്യം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവം പ്രവർത്തിച്ചു. ആമേൻ. എലിമാസ് കുറെ സമയം അന്ധനായി. ഹല്ലേലൂയ. ആമേൻ. ഗവർണറായ ആമേൻ സെർഗിയോസ് പൗലോസ് ദൈവവചനം ആമേൻ കേട്ട് ഹല്ലേലൂയ അതെ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെയാണ് യഥാർത്ഥ വിജയം. ആമേൻ. ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വരുന്നത് ആമേൻ അതിലും വലിയ അത്ഭുതം വേറെയില്ല. ആമേൻ. അതുകൊണ്ടാണ് സഭയുടെ ഏറ്റവും വലിയ ദൗത്യം രക്ഷയുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്തവരുണ്ടോ? ആമേൻ. അവരങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ്. ആമേൻ. അവരെന്തെങ്കിലും വന്നാൽ വന്നോട്ടെ എന്നുള്ള ചിന്തയാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആമേൻ അവര് മുമ്പോട്ട് വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ അകത്ത് ആത്മഭാരം വേണം. ആമേൻ. നിന്റെ പ്രാർത്ഥന, ആമേൻ, നിന്റെ വചനധ്യാനം, ഹല്ലേലൂയ, നിന്റെ വിശുദ്ധ ജീവിതം, ആമേൻ, ഇത് ദൈവം മാനിച്ച ഹല്ലേലൂയ നിന്നോട് കൂടെ അവരും ദൈവത്തെ ആരാധിക്കുവാൻ വരുമെന്നുള്ള വിശ്വാസത്തോടെ. അതല്ലേ ആ 4 നാളായിട്ടും നാറ്റം വമിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ യേശു വരും എന്നുള്ള പ്രതീക്ഷയോടെ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ആമേൻ അതേ മാർത്തയുടെ മറിയുടെ ഭവനത്തിലേക്ക് യേശു വന്നിട്ട് ആമേൻ ഹല്ലേലൂയ ആ ജീർണിച്ചു തുടങ്ങിയ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രതീക്ഷ കൈവിടരുത്. ആമേൻ. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നിന്റെ കാത്തിരിപ്പ് വൃഥാവാകത്തില്ല. നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല. ആമേൻ. നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതാ വൃഥാവാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ചിലർ നിങ്ങളെ പരിഹസിക്കും. ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കാം, സ്വന്തം ആമേൻ ഭാര്യ ആമേൻ ഇയ്യോബിനെ ഹല്ലേലൂയ പരിഹസിച്ചതുപോലെ, സ്വന്തം ഭാര്യ ആമേൻ ദാവീദിനെ പരിഹസിച്ചതുപോലെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഭർത്താവായിരിക്കാം, നിന്റെ ഭാര്യയായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, നിന്റെ കൂടപ്പറപ്പായിരിക്കാം. ഹല്ലേലൂയ. ചിലർ എതിർക്കും, ചിലർ നിരുത്സാഹപ്പെടുത്തും. എന്നാൽ ഓർക്കുക, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന ജീവിതം ഒരിക്കലും വെറുതെ ആകില്ല. ആമേൻ. സത്യം അവസാനം വിജയിക്കും. ആമേൻ. ദൈവത്തിന്റെ രാജ്യം വളരും. ഹല്ലേലൂയ. ധൈര്യത്തോടെ നിൽക്കുക.
ആമേൻ. ഇന്ന് പല വിശ്വാസികളും സത്യം പറയാൻ ഭയപ്പെടുന്നു. Praise the Lord. Hallelujah. എന്നാൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തോടെ, ഹല്ലേലൂയ, ആമേൻ, എന്നാൽ ധൈര്യത്തോടെ സത്യം പറയുക. Praise the Lord. ലോകം മാറണമെങ്കിൽ സഭ ആദ്യം ധൈര്യമുള്ള സഭയായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ എതിർക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ഹല്ലേലൂയ. വിശ്വാസം കാരണം ഒറ്റപ്പെട്ടിരിക്കുകയാണോ? പ്രാർത്ഥിച്ചതിന് പരിഹാസം കേൾക്കുന്നുണ്ടോ? ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളെ കൈവിടുകയില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എതിർപ്പുകളെ നോക്കരുത്, യേശുവിനെ നോക്കുക. പ്രശ്നങ്ങളെ നോക്കരുത്, വാഗ്ദത്തങ്ങളെ നോക്കുക. ഭയത്തെ നോക്കരുത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നോക്കൂ. കാരണം ദൈവം വിളിച്ചവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിക്ക് എതിർപ്പുകൾ ഉണ്ടാകും. ആമേൻ. ഇന്ന് രാത്രി വ്യക്തിപരമായി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിക്ക് എതിർപ്പുകൾ ഉണ്ടാകും. ആമേൻ. നിന്റെ ജീവിതത്തിൽ എതിർപ്പുകളുണ്ടോ? നിന്റെ ജീവിതത്തിൽ വെല്ലുവിളിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടോ? നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നീ മനസ്സിലാക്കണം, ആമേൻ, ദൈവം നിന്നെ വിളിച്ചു. ആമേൻ. ദൈവം നിന്നെ വേർതിരിച്ചു. ആമേൻ. ദൈവം നിന്നെ അയക്കുവാൻ, ഹല്ലേലൂയ, സമയമാകുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കയ്യിലിണങ്ങിയ ഒരു വ്യക്തിയായി നീ പ്രയോജനപ്പെടാതിരിക്കുവാൻ, നീ ഉപയോഗിക്കാതിരിക്കുവാൻ, നീ എഴുന്നേൽക്കാതിരിക്കുവാൻ, നീ പുറപ്പെടാതിരിക്കുവാൻ, നിന്നെ തെറ്റിക്കുവാൻ, അവൻ നിനക്കെതിരെ പ്രതിയോഗി അവന്റെ തന്ത്രങ്ങളും മെനഞ്ഞു വരുമ്പോൾ അതിനെതിരെ നിൽക്കുവാൻ അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല. അവൻ ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതിന് പ്രാർത്ഥന വേണം, വചന ധ്യാനം വേണം, വിശുദ്ധി വേണം. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. അതേ, അവസാന വിജയം ആമേൻ യേശു ക്രിസ്തുവിനായിരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ജീവിതമാണ് ലോകത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം, ആമേൻ, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ആമേൻ. ഇനി സഭ യെരൂശലേമിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. ഇനി ആമേൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഒതുങ്ങി ഇരിക്കുവാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് നിന്നെ പുറപ്പെടുവിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ഉപവസിച്ചത് സത്യമെങ്കിൽ, നീ പ്രാർത്ഥിച്ചത് സത്യമെങ്കിൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നത് സത്യമെങ്കിൽ, ഹല്ലേലൂയ, ഇനി നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ വിളിച്ച വേലയ്ക്കായി ആമേൻ നിന്നെ അയക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ആമേൻ. ചില മേഖലകളിൽ ഒതുങ്ങിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് സ്വർഗം നിന്നെ എഴുന്നേൽപ്പിച്ച് അയക്കാൻ പോകുകയാ. ചില മേഖലകളിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ. ചില പരിഹസിച്ചവരുടെ മുമ്പിൽ സ്വർഗം നിന്നെ മാനിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചോ. ഇന്ന് രാത്രി അപ്പോസ്തലന്മാരെ അവൻ ഒതുക്കാൻ നോക്കിയ മേഖലയ്ക്കകത്ത് അവരെ ശക്തീകരിച്ച് ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ അവൻ നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ, അവൻ നിന്റെ തകർച്ച കാണാൻ നോക്കിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. യെരൂശലേമിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ആമേൻ. സുവിശേഷം നഗരങ്ങൾ കടക്കുന്നു. യെസ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാ. എൻ്റെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം ഞാൻ വഹിച്ചുകൊണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. നീ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ സുവിശേഷം നിമിത്തം നീ നഗരങ്ങളിലേക്ക് പോകുവാൻ അവൻ നിന്നെ വിളിച്ച ആ വിളിക്ക് അനുസരിച്ച് അവൻ നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ സാഹചര്യങ്ങളെയും ഒരുക്കി അയക്കുന്ന ദിനം ഇതാ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ പ്രതികരിച്ചോ. നിന്നെ വിളിച്ച വേലയ്ക്ക്, നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന മേഖലയിലേക്ക് നിന്നെ അയക്കുന്ന ആമേൻ രാത്രിയാ. ആമേൻ വരും ദിനങ്ങളിൽ നിങ്ങളത് അനുഭവിക്കുവാൻ പോകുകയാ, നിങ്ങളത് പ്രാപിക്കാൻ പോകുകയാ, നിങ്ങളത് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പ്രതികരിച്ചോ. അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നഗരങ്ങൾ കടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വീട്ടിനകത്ത് മാത്രം അല്ല. ആമേൻ. ആമേൻ. ചിലരെ ദൈവം അയക്കാൻ പോകും കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അതെ, രാജ്യങ്ങൾ കടക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിൽ ആയിരിക്കുന്ന ചില ജീവിതങ്ങൾ ആമേൻ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് പോകുവാനുള്ള ആമേൻ ദൈവിക അധികാരവും ദൈവിക അഭിഷേകവും ആമേൻ നിന്റെ മേൽ ഉണ്ട്. ആ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് നിന്നെ അയക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇന്ന് രാത്രി ദൈവം ചെയ്യുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് വേണ്ടി മഹത്വം കൊടുക്കുക. ആമേൻ. അതേ, മഹത്വം കൊടുത്തവരെയാണ്, ഉപവസിച്ചവരെയാണ്, പ്രാർത്ഥിച്ചവരെയാണ്, വിശുദ്ധിക്ക് വേണ്ടി നിന്നവരെയാണ് ദൈവം അയച്ചത്. ഇതാ നഗരങ്ങൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക്, ഭാഷകൾ അവൻ കൈകാര്യം ചെയ്യുവാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള ഒരഭിഷേകം അവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ആമേൻ നിന്റെ ഭാഷ മാത്രമല്ല മറ്റു ഭാഷകളും കൂടെ കൈകാര്യം ചെയ്യുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ചിലരുടെ മേൽ ആ അഭിഷേകം ഇറങ്ങുന്ന രാത്രി വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ. ആമേൻ. ചിലർക്കായി നഗരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു, പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു, ചിലർക്കായി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ കാലുകളെ ആമേൻ ചങ്ങലക്കകത്ത് ബന്ധിച്ചതുപോലെ കുടുക്കിയ ചില ബന്ധനങ്ങൾ, മേഖലകൾ ഇന്ന് രാത്രി അവൻ പൊട്ടി മാറുകയാ. സാമ്പത്തികമായി ആമേൻ എത്ര ആമേൻ അഭിവൃദ്ധി ഉണ്ടായാലും അത് അനുഭവിക്കുവാൻ കഴിയാതെ ആമേൻ ഒരു പരിധിക്കപ്പുറത്ത് ആമേൻ അത് അനുഭവിക്കുവാൻ കഴിയാതെ ചോർന്നു പോകുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി ബ്രേക്ക് ആകുക. ആമേൻ. നഗരങ്ങൾ കടക്കുന്നു, രാജ്യങ്ങൾ കടക്കുന്നു, ഭാഷകൾ കടക്കുന്നു. ഹല്ലേലൂയ. നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? നീ കർത്താവിന് വേണ്ടി ആമേൻ ഹൃദയം കൊടുത്ത വ്യക്തിയാണോ? എന്നും നീ ഒതുങ്ങിയിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ആമേൻ പല ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ നിന്റെ ബുദ്ധിയെ, നിന്റെ ശരീരത്തെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആമേൻ അസാധാരണമാകുന്ന സാന്നിധ്യം ഇന്ന് രാത്രി ചിലരുടെ മേൽ പതിയുന്ന രാത്രി. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളുടെ മേൽ അത് വീഴുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വിദേശ രാജ്യങ്ങൾ പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ അവരുടെ മുമ്പിൽ ആമേൻ വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രി. നാളുകളായി പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്, പല എക്സാമും കഴിഞ്ഞിട്ട് ആമേൻ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി സ്വർഗം ആമേൻ ഇടപെട്ട് ആമേൻ അവരുടെ മുമ്പിൽ ആ തടസ്സങ്ങൾ മാറ്റി വരും ദിനങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള വഴി ഇന്ന് രാത്രി തുറക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക.
ഹല്ലേലൂയ. ഇന്ന് രാത്രി മടി പിടിച്ചിരിക്കരുത്. ആമേൻ. സ്തുതിക്കുന്നവരോടാ, മഹത്വം പെടുത്തുന്നവരോടാ ദൈവം സംസാരിക്കുന്നത്. ഓ, നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഒരു പക്ഷേ ബെഡ്റൂമിലായിരിക്കാം, ഒരു പക്ഷേ കിച്ചണിലായിരിക്കാം, ഒരു പക്ഷേ ഡൈനിങ് ഹാളിലായിരിക്കാം, ഒരു പക്ഷേ ഡ്രൈവിംഗിലായിരിക്കാം, ഒരു പക്ഷേ ഹോസ്പിറ്റലിലായിരിക്കാം. എവിടെ ആയിരുന്നാലും ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറായിരിക്കുക. ശ്രുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒരു ജനതയ്ക്ക് മാത്രമുള്ളതല്ല, ലോകത്തിനാകെയുള്ളതാണ്. ഹല്ലേലൂയ. പൗലോസ് പ്രസംഗിച്ചത് ആമേൻ ഒരു മതമല്ല, ഒരു രക്ഷകനെയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, പിസിദിയയിലെ അന്ത്യോക്യയിലെ സിനഗോഗിൽ പൗലോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവൻ ആദ്യം ഇസ്രായേലിന്റെ ചരിത്രം ഓർപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. നീ ചെല്ലുന്നത് ജോലിക്കായിട്ടായിരിക്കാം, ഒരുപക്ഷെ നീ സെർവന്റ് ആയിട്ടായിരിക്കാം, ഒരുപക്ഷെ നീ ടെക്നീഷ്യൻ ആയിട്ടായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ നീ ആമേൻ ഒരു ലേബർ ആയിട്ടായിരിക്കാം, ഹല്ലേലൂയ ഒരു നേഴ്സ് ആയിട്ടായിരിക്കാം, ഒരു ഡോക്ടർ ആയിട്ടായിരിക്കാം, ഹല്ലേലൂയ ആമേൻ ഒരുപക്ഷെ ഹൗസ് വൈഫ് ആയിട്ടായിരിക്കാം. ഏത് കാരണത്താലും നീ നിന്റെ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ ദൈവം അവസരം തരുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോണം, നിന്നിലൂടെ യേശുവിന്റെ നാമം മഹത്വപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതായിരുന്ന നിന്നെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ആമേൻ ഭാഷ അറിയാത്ത നാട്ടിലേക്ക് ദൈവം നിന്നെ അയച്ചെങ്കിൽ, നിന്റെ ഗ്രാമത്തിൽ നിന്ന്, നിന്റെ പട്ടണത്തിൽ നിന്ന്, നിന്റെ ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് നിന്നെ അയച്ചെങ്കിൽ, ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ ആമേൻ നിന്നെ ആമേൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി ആമേൻ വേർതിരിച്ചയക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ആമേൻ തളർന്നിരിക്കുന്നവരോട്, ക്ഷീണിച്ചിരിക്കുന്നവരോട്, നെടുവീർപ്പെട്ടിരിക്കുന്നവരോട് ആമേൻ സുവിശേഷം പറയുവാൻ, ഹല്ലേലൂയ പൗലോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. അവൻ ആദ്യം ഇസ്രായേലിന്റെ ചരിത്രം ഓർപ്പിച്ചു. ഹല്ലേലൂയ. എന്താ ഇസ്രായേലിന്റെ ചരിത്രം? ആമേൻ അബ്രഹാമിൽ തുടങ്ങി. ആമേൻ അബ്രഹാമിൽ, മോശയിൽ, ദാവീദ് അല്ലെ അബ്രഹാമിനെ കുറിച്ചും മോശയെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ആമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ പൗലോസിന്റെ പ്രസംഗത്തിനകത്ത് ആമേൻ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ അടിമത്തത്തിൽ കിടന്ന ജനതയെ പുറപ്പെടുവിക്കുവാൻ ആമേൻ ദൈവം ഉപയോഗിച്ച മോശ ഉണ്ടായിരുന്നു. ആമേൻ ജനനത്തിങ്കൽ തന്നെ കൊന്നുകളയുവാൻ ഫറവോൻ ആമേൻ പ്ലാൻ ചെയ്തു. അതേ ഫറവോനെ തകർക്കാൻ മോശയെ ഉപയോഗിച്ച ദൈവമാണ്. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ ജനനത്തിങ്കൽ, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ആമേൻ നിന്നെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിൽ നീ തകർന്നു പോകാതെ അവരെയും ഈ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെയും ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അവന്റെ പ്രസംഗത്തിന്റെ കേന്ദ്രം ചരിത്രമല്ലായിരുന്നു, യേശു ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അവൻ പ്രഖ്യാപിച്ചു, ദാവീദിന്റെ സന്തതിയിൽ നിന്നാണ് ദൈവം യേശുവിനെ രക്ഷകനായി അയച്ചത്. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. ആമേൻ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രം ഒരു സഭയല്ല. പലരും പറയും, ഞാൻ പോകുന്ന സഭയുണ്ടല്ലോ, അയ്യോ ആ സഭ ഭയങ്കരമാ, ആമേൻ ആ സഭ ഞാനില്ലെങ്കിൽ പിന്നെ ഇല്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ആമേൻ നിന്നെ പറഞ്ഞ് ആമേൻ നിന്നെ വിളിച്ച ആ വിളിയിൽ നിന്ന് നിന്നെ ദൈവം ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുന്ന ആമേൻ ആ വേലക്കകത്ത് നിന്ന് ദൈവം ആമേൻ നിനക്ക് വെച്ചിരിക്കുന്ന നന്മ നീ ആമേൻ പ്രാപിക്കാതിരിക്കുവാൻ നിന്നെ ഒതുക്കുന്ന ചില മേഖലകളെ നീ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന് അബ്രഹാമും ദാവീദും മോശയും ആമേൻ ഒന്നുമല്ല വിഷയം. ആമേൻ പൗലോസിന് വിഷയം കർത്താവാണ്.
ഹല്ലേലൂയ. ഇന്നലെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച് പറയാമെങ്കിൽ ചാർച്ചക്കാരെ വിട്ടിറങ്ങിയതാ, അവൻ പിതൃഭവനത്തെ വിട്ടിറങ്ങിയതാ. ഹല്ലേലൂയ. അവൻ ഭാര്യ എതിരായപ്പോഴും, അവൻ സഹോദരന്റെ പുത്രൻ എതിരായപ്പോഴും, അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പറഞ്ഞ് ദൈവം തന്റെ മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ ഒരു മടിയും കൂടാതെ കണ്ട് യാഗം കഴിക്കാൻ തയ്യാറായി. അവൻ നീ ഇത് ചെയ്യുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവൻ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാം പിതാവിന്റെ മടിയിലാണ് ലാസർ ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല പൗലോസിന്റെ ആമേൻ കേന്ദ്ര വിഷയം. ആമേൻ പൗലോസിന്റെ കേന്ദ്ര വിഷയം യേശുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈജിപ്തിൽ കിടന്ന് ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് ഞാനാകുന്നുവെന്ന് പറഞ്ഞ് ആമേൻ അതേ ദൈവ സാന്നിധ്യത്തിൽ മൂവ് ചെയ്ത ആമേൻ അതേ മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞ് പാമ്പിനെ ആമേൻ ഇറക്കിയ മോശെ അല്ല ആമേൻ പൗലോസിന്റെ കേന്ദ്ര വിഷയം. പൗലോസിന്റെ കേന്ദ്ര വിഷയം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നലകളിൽ ആമേൻ ദൈവം ഉപയോഗിച്ചവരുണ്ടാകാം, ഇന്നും ദൈവം ഉപയോഗിക്കുന്നവരുണ്ടാകാം. അവരല്ല നമ്മുടെ കേന്ദ്ര വിഷയം. നമ്മുടെ വിഷയം കർത്താവാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഹല്ലേലൂയ ആമേൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രം ഒരു സഭയല്ല, ഒരു മനുഷ്യനല്ല, ആമേൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. രക്ഷാപ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇതാണ് കൃപയുടെ സുവിശേഷം. ആമേൻ. നമ്മുടെ നല്ല പ്രവൃത്തികൾ നമ്മെ രക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനധർമ്മങ്ങൾ നമ്മെ രക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മതാചാരങ്ങൾ നമ്മെ രക്ഷിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആമേൻ ക്രിസ്തുവിനെ കൂടാതെ ലോകത്തിൽ അനവധി നിരവധി ആമേൻ ആളുകൾ ചെയ്യുന്നില്ലേ? ഹല്ലേലൂയ. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എത്രയോ ആളുകൾ ലോകത്തിലുണ്ട്. വീട് വെച്ച് കൊടുക്കുന്നവരില്ലേ? ആഹാരം കൊടുക്കുന്നവരില്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരില്ലേ? ദാനധർമ്മങ്ങൾ ആമേൻ ചെയ്യുന്നവരില്ലേ? ഇതൊന്നും നമ്മെ രക്ഷിക്കുകയില്ല. മതാധാരങ്ങൾ അല്ലേ? സ്തോത്രം. പെരുന്നാളുകൾ നടത്താൻ കാശ് കൊടുക്കുന്നവരില്ലേ? സ്തോത്രം. ഹോള് അല്ലേ? വലിയ പള്ളികൾ പണിയാൻ, അതിന്റെ മേല് പണിയാൻ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മതാധാരങ്ങൾ നമ്മെ രക്ഷിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അതുകൊണ്ട് നാം അഭിമാനിക്കുന്നത് നമ്മുടെ നീതിയിലല്ല, അവന്റെ കൃപയിലാണ്. ചിലർ സ്വീകരിച്ചു, ചിലർ നിരസിച്ചു. ആമേൻ. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ചിലരൊക്കെ എന്ത് ചെയ്തേക്കാം? നിരസിച്ചേക്കാം. ചിലരൊക്കെ സ്വീകരിക്കും. എന്നാൽ ചിലരെന്ത് ചെയ്തു? അസൂയപ്പെട്ടു. നോക്കണേ, പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഏതൊക്കെ നിലയിലുള്ള പോരാട്ടമാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഹല്ലേലൂയ അനേകര് സ്വീകരിച്ചു, അനേകര് നിരസിച്ചു. ഹല്ലേലൂയ. ആമേൻ. അനേകര് അസൂയപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഒരു കൂട്ടര് സന്തോഷത്തോടെ സ്വീകരിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചിലർ അസൂയപ്പെട്ട് എതിർത്തു. ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷം എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുകയില്ല. ഹല്ലേലൂയ. ചിലർ ഹൃദയം തുറക്കും. ആമേൻ. ചിലർ ഹൃദയം അടയ്ക്കും. എന്നാൽ അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നിർത്തരുത്. ആമേൻ.
എൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഞാനും എൻ്റെ മമ്മിയൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ സുവിശേഷത്തിന്റെ പ്രതികളുമായി എൻ്റെ 16-15 വയസ്സുള്ള പ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. സുവിശേഷ പ്രതികളുമായി ഞങ്ങൾ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, തെരുവുകളിലൂടെ പോകുമ്പോൾ ഞങ്ങളെ കളിയാക്കിയവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയവരുണ്ട്. ഹല്ലേലൂയ. അന്നൊന്നും വേണ്ട എന്ന് വെച്ച് പോകുവാൻ ഇടയാകാതെ ഒരു ധൈര്യം അകത്ത് വന്നതുകൊണ്ട് കൃപയാൽ കുടുംബമായി കർത്താവിന്റെ വേലയുടെ മുഖത്ത് ദൈവം അയച്ചെടുത്ത് ചെന്നപ്പോ ഹല്ലേലൂയ ചില പ്രതികൂലങ്ങൾ എൻ്റെ ഭാര്യ തല്ലിയിട്ടുണ്ട്, എൻ്റെ മൂത്ത മകളെ തല്ലിയിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ അടിച്ച് ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്, ദൈവം ഞങ്ങൾക്ക് തന്ന വാഹനം അടിച്ച് തകർത്തിട്ടുണ്ട്. അവരെയൊക്കെ ഈ കൈ കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ, ദൈവസഭയുടെ അംഗമാക്കി കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച അനുഭവങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കല് എൻ്റെ മാതാവും പിതാവും കർത്തൃവേലയിലായിരിക്കുന്ന സ്ഥലത്ത് അവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് പൂട്ടി കൊന്നുകളയുമെന്നുള്ള ഭീഷണിയിൽ വളരെ പ്രതികൂലങ്ങൾ, വളരെ പ്രതിസന്ധികൾ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും കർത്തൃവേലയിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അതെ പ്രശ്നമുണ്ടായി. അവരെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കി. രാത്രിയിൽ ഞാൻ ഫോണിലൂടെ ഇടപെട്ട് അവരെ രാത്രിക്ക് അവിടുന്ന് മാറ്റിയ അനുഭവങ്ങളുണ്ട്. തുടർന്നുള്ള ആഴ്ചകൾ, തുടർന്നുള്ള മാസങ്ങൾ വളരെ പ്രതികൂലത്തിലൂടെ ഞങ്ങൾ പോയത് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുവിശേഷം പ്രഘോഷണം നിർത്തരുത്. സുവിശേഷം ജാതികളിലേക്കും യഹൂദന്മാരിൽ പലരും നിരസിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജാതികളുടെ അടുക്കലേക്ക് പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ ഹൃദയം കാണാം. ദൈവം ആരെയും ഒഴിവാക്കുന്നില്ല. ഹല്ലേലൂയ. ധനികനെയും വിളിക്കുന്നു, ദരിദ്രനെയും വിളിക്കുന്നു, വിദ്യാഭ്യാസമുള്ളവനെയും വിളിക്കുന്നു, സാധാരണക്കാരനെയും വിളിക്കുന്നു, ഭാവിയെയും വിളിക്കുന്നു. കാരണം യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. ഇന്നത്തെ സഭയ്ക്കുള്ള സന്ദേശം പ്രിയ ദൈവമക്കളെ, സഭയുടെ ഏറ്റവും വലിയ ദൗത്യം കെട്ടിടങ്ങൾ പണിയുക അല്ല, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ, അതെ ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുവിനെ അറിയുന്നത്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. രക്ഷയിലേക്കുള്ള ആഹ്വാനം ഇന്ന് രാത്രി ചില കാതുകളിൽ മുഴങ്ങട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? ഹല്ലേലൂയ. അതേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേകര് മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും പാപ സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് അവരുടെ നല്ല സമയം മൊബൈലിനകത്ത് ചെലവഴിക്കുമ്പോ, അവര് റീല് തോണ്ടി പോകുമ്പോ ഒരുപക്ഷെ ഈ സന്ദേശം അവരുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടയാകും. നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം അതിന് കാരണമാകുന്നത്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം അതിന് മുഖാന്തരമാകുന്നത്. പ്രിയ സഹോദര, ഇന്ന് യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലം എത്ര ഇരുണ്ടതാണെങ്കിലും, നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും അവന്റെ രക്തം ശുദ്ധീകരിക്കാൻ ശക്തമാണ്. മാനസാന്തരപ്പെടൂ, ഹൃദയം തുറക്കൂ, അവനെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കൂ. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ സന്ദേശം കേട്ടവരിൽ അനേകർ യേശുവിനെ ധൈര്യത്തോടെ സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് ഭയത്തിന് പകരം ധൈര്യം നൽകും. ഹല്ലേലൂയ.
ആത്മീയ വിളി തിരിച്ചറിയുന്ന യുവജനങ്ങൾ ഉയർന്നു വരും. ഹല്ലേലൂയ. ഈ ലൈവ് കണ്ട കുടുംബങ്ങളിൽ രക്ഷയുടെ പ്രവർത്തനം ആരംഭിക്കുക. വഴിതെറ്റിയ മക്കൾ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരും. സുവിശേഷത്തിനായി സമർപ്പിക്കപ്പെട്ട പുതിയ ശുശ്രൂഷക്കാർ ദൈവം എഴുന്നേൽപ്പിക്കും. രോഗികളുടെ മേൽ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ഹസ്തം ആമേൻ അതേ വരും. നിരാശയിൽ കഴിയുന്നവർക്ക് പുതിയ പ്രത്യാശ ലഭിക്കും. ഹല്ലേലൂയ. അടഞ്ഞ ആത്മീയ വാതിലുകൾ തുറക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ഈ തലമുറയിൽ പകരപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്നും വിളിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും രക്ഷിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷം ഇന്നും ജീവൻ മാറ്റുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളി കേട്ട് അനുസരിക്കുന്നവരിലൂടെ ദൈവം ഇന്നും ലോകത്തെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ഓ ശരഖബബശതരേകെ ആരും മൗനമായിരിക്കാതെ അല്പസമയം അവൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചവരെയാണ്, അവൻ ഉപവസിച്ചവരെയാണ്, ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി നിന്നവരെയാണ് അവൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് അയച്ചത്. ഇന്ന് രാത്രി അപ്രകാരം അവൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓ ശരഖബബബശ. ഓ വിടുതലിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു അഭിഷേകം ഇന്ന് രാത്രി ആമേൻ ചില ജീവിതങ്ങളിൽ ആമേൻ വെളിപ്പെടുവാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ ലൈവിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഓരോ ഹൃദയത്തെയും സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. ഓ നിരാശയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ മനസാന്തരത്തിലേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ഇതുവരെ വ്യക്തിപരമായി സ്വീകരിക്കാത്തവർ ഇന്ന് അവനെ കർത്താവായും രക്ഷകനുമായി സ്വീകരിക്കട്ടെ. ഈ വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കട്ടെ. വചന വായനയുടെ ഉള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാതാപിതാക്കളുടെ മേലും മക്കളുടെ മേലും യുവജനങ്ങളുടെ മേലും ശുശ്രൂഷകളുടെ മേലും പുതുതായി പകരട്ടെ. രോഗികളായവർക്ക് ആശ്വാസവും സൗഖ്യവും ലഭിക്കട്ടെ. കലകമുള്ള കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. അടഞ്ഞ ആമേൻ വാതിലുകൾ ദൈവഹിത പ്രകാരം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ ജീവിതങ്ങളുടെ മുമ്പിൽ, അവരുടെ ആമേൻ ജോലിയുടെ മുമ്പിൽ, അവരുടെ ഭാവിയുടെ മുമ്പിൽ, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ ദൈവഹിത പ്രകാരം ഇന്ന് രാത്രി തുറക്കപ്പെടുക. പാപുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്ന് നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവിടുത്തെ ദാസൻ എന്ന നിലയിൽ അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് ഇന്ന് രാത്രി ആമേൻ മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ തുറന്നവരും തുറക്കപ്പെടട്ടെ. Name of Jesus. ലാസർ ആയിരിക്കുന്ന കല്ലറയുടെ മുമ്പിൽ നിന്ന് കർത്താവ് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ, എഫ്ഫഥ എന്ന് പറഞ്ഞപ്പോ കാത് തുറന്നു വന്നതുപോലെ ഇന്ന് രാത്രി അടയപ്പെട്ട മേഖലകൾ തുറക്കപ്പെടട്ടെ. ദൈവം വിളിച്ചവർക്ക് ധൈര്യത്തോടെ ആമേൻ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ആ ചങ്കത്ത് കൈവച്ചൊന്ന് പറ, കർത്താവേ ഞാനിവിടെ ഉണ്ട്.
ഞാനിവിടെ ഉണ്ട്, എന്നെ അയക്കണമേ എന്ന് പറയാനുള്ള കൃപ ലഭിക്കട്ടെ. ഈ രാത്രിയിൽ ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മീയ തുടക്കം ആരംഭിക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ ഈ കൂട്ടായ്മയിൽ കണക്റ്റായ ജീവിതങ്ങളിൽ ആമേൻ അവരെ വിളിച്ച ആ വിളിക്കൊത്തവണ്ണം അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായി ആമേൻ മുന്നോട്ട് പോകുവാനിടയാകട്ടെ. ആമേൻ അവരുടെ മേൽ അഭിഷേകത്തെ ഞാൻ കൈമാറുകയാണ്. പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകളെ അനുഗ്രഹിക്കുകയാണ്, മാതാപിതാക്കളെ അനുഗ്രഹിക്കുകയാണ്, യൗവനക്കാരെ അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ആമേൻ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് മാത്രം. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അവൻ ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. മാറാനാഥ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി, ഗോഡ് ബ്ലസ് യു. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ ആമേൻ ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം. ആമേൻ. അതുവരെ ദൈവമായ കർത്താവ് ഏബെനെസറായി കൂടെ ഇരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ആമേൻ ഈ പാട്ടും കൂടെ നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവിനെ വെളിപ്പെടുത്താൻ എൻ ജീവിതം ഉപയോഗിക്കണമേ. തീ പോലെ എന്നിൽ ജ്വലിക്കണമേ, ജീവനദിയായി ഒഴുകണമേ. എൻ ചിന്തയും എൻ വാക്കുകളും നിനക്കായി മാത്രം വിശുദ്ധമാകണമേ. എൻ കൈകളങ്ങേക്കായുയരട്ടെ, എൻ ഹൃദയം നിനക്കായി തുറക്കട്ടെ. എന്നാളുകളെല്ലാം കർത്താവേ നിന്റെ മഹത്വം പാടിടട്ടെ. ക്രൂശിൻ സ്നേഹം നിറഞ്ഞൊഴുകട്ടെ, കൃപയുടെ വെളിച്ചം പരന്നിടട്ടെ. എൻ നടപ്പിലും എൻ ജീവിതത്തിലും ക്രിസ്തു മാത്രം കാണപ്പെടട്ടെ. ഹല്ലേലൂയ,
ആരാധന നിനക്കായുയരട്ടെ യേശുവേ നീ നിത്യപ്രത്യാശ നിനക്കെന്നേക്കും സർവ